ആ സൂസൻ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടീമായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ആ ശരി മാഡം. ഓരോ പഞ്ചായത്തിന്റെ കീഴിലും ആ ടീമിന് വർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കണം. നാട്ടിലെ സേവന സന്നദ്ധതയുള്ള ചെറുപ്പക്കാരെ ടീം ലീഡേഴ്സായിട്ട് നിയമിക്കാവുന്നതുമാണ്. ഇനി വരാൻ പോകുന്ന കനത്ത മഴയിൽ ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും അത് തരണം ചെയ്യാനുള്ള പ്രാപ്തി ഈ ടീമിനുണ്ടായിരിക്കണം. അതിനൊരു പ്രത്യേക ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സൂസൻ ആയിരിക്കും അതിന്റെ ചുമതല. പിന്നെ ഫയലുകളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഒരല്പം വേഗത്തിലായാൽ അതെല്ലാവർക്കും സൗകര്യമായിരിക്കും. കളക്ട്രേറ്റിൽ നിന്നും റിപ്പോർട്ട് കിട്ടാൻ താമസിച്ചു എന്നൊരു പരാതി ഉണ്ടാവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ ശരി മാഡം, ഞാൻ വേണ്ടതുപോലെയൊക്കെ ചെയ്യാം. ശരി. മാഡം, കഴിഞ്ഞ ദിവസം മാഡത്തിനെ കാണാൻ വന്ന ആ ദേവകിയമ്മയില്ലേ, മകന്റെ മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി പരാതി പറയാമെന്ന്. ആ അതെ, ദേവകിയമ്മ. ദേവകിയമ്മയ്ക്ക് എന്ത് പറ്റി? ദേവകിയമ്മ മരിച്ചു. വാട്ട്? മരിച്ചെന്നോ? എങ്ങനെ? മകൻ കൊന്നതാണെന്നാ പറയുന്നത്. അവൻ ഒളിവില. കുറച്ചു നാളായിട്ട് എനിക്ക് ഉറക്കവുമില്ല. മകനെ പേടിച്ച് വെട്ടുകത്തിയും തലയ്ക്കൽ വെച്ച് കിടന്നുറങ്ങുന്നൊരു അമ്മയുടെ അവസ്ഥ മോളൊന്ന് ഓർത്തു നോക്കണം. സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്കും എന്റെ മോൾക്ക് നീതി കിട്ടുമെന്ന് തോന്നി. സഹായിക്കണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മാഡം. അതെ, പക്ഷേ ഇനി ചെയ്യണം. ഇല്ലെങ്കിൽ ആ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്ത് വില കൊടുത്തും അവനെ കണ്ടെത്തണം. രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിന്നെ ആളെ കൊല്ലുന്ന ഈ മയക്കുമരുന്നിനെതിരെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഇനിയൊരു ദേവകിയമ്മ ഈ നാട്ടിലുണ്ടാവരുത്. അവനെ ചീത്തയാക്കിയത് അവന്റെ കുറെ കൂട്ടുകാരാ. മയക്കുമരുന്ന്. ഇവൻ ഏതാ ഈ നടുറോട്ടിൽ കൊണ്ടുവന്ന് വണ്ടി വട്ടം വെച്ചിരിക്കുന്നത്? എന്നിട്ട് എങ്ങോട്ട് പോയി? അതെ, അതവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. ഈ വഴി വണ്ടികളൊന്നും വരില്ലെന്നേ. ഇവിടാണ് നല്ല കാറ്റുമുണ്ട്. പ്ലാമൂട്ടിലെ കുട്ടി ഇങ്ങോട്ട് വരിക. നമുക്കൊന്നിച്ചിവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാന്നേ. അപ്പൊ നീ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നവനല്ല, വാങ്ങിച്ചു കൂട്ടാൻ വന്നിരിക്കുന്നവനാ. അതിപ്പോ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഒരു ധാരണയിലെത്തിയാലല്ലേ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്തായാലും റെഡിയാ. നീ റെഡിയാണോന്ന് മാത്രം പറഞ്ഞാ മതി.